വെൽക്കം ടു ലേണിനോ. നമ്മള് RRB NTPC എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ക്വാണ്ട് സെക്ഷൻ ആണ് നോക്കുന്നത്. അപ്പം എല്ലാവർക്കും പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വാൻ ഡിവൈഡഡ് ബൈ 4, 6, 8, 12 and 16 leaves a remainder 2 in each case. അപ്പം ഈ 4, 6, 8, 12 and 16 ഇത് ഇത്രയും കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആവണം. പക്ഷേ 2 എല്ലാത്തിലും എന്ത് ചെയ്യണം, റിമൈൻഡർ വരികയും വേണം. ആ രീതിയിലുള്ള ഏത് നമ്പർ ആണ് ഇതിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4, 6, 8, 12, 16 ഇതിന്റെ എല്ലാം LCM എടുത്താൽ പോരെ? ഇതിന്റെ എല്ലാം LCM എടുക്കാം. ഇതിന്റെ LCM എടുക്കുവാണ് നമ്മള്. ഇപ്പൊ 2, 4, 8, 3, 48. അപ്പൊ 48 LCM കിട്ടുന്നത്. പക്ഷേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ആണോ ചോദിച്ചത്? അല്ല, റിമൈൻഡർ 2 വരണം. അപ്പൊ ഏതായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ആ റിമൈൻഡർ 2 ഇതിന്റെ കൂടെ ആഡ് ചെയ്താലല്ല കിട്ടത്തുള്ളൂ. ഇപ്പൊ 48 + 2 ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 50 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ദ ലീസ്റ്റ് നമ്പർ വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ആൻഡ് ഈസ് ഡിവിസിബിൾ ബൈ ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് 16, 20 and 24. അപ്പം അതും ലീസ്റ്റ് നമ്പർ ആണ്. അത് ഡിവിസിബിൾ ബൈ 16, 20 and 24. അപ്പൊ നമുക്ക് ഇതിന്റെ LCM എടുക്കാം. അപ്പം LCM എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 2, 4, 8, 16 × 5 240 കിട്ടുന്നത്. അപ്പം 240 LCM കിട്ടും. പക്ഷെ 240 ഒന്നും ഇല്ല. നമുക്ക് എന്ത് വേണം? ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്നും കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയറും കൂടി വേണം. അപ്പൊ ഇതിനകത്ത് ഏതാണ് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഈ 240 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് 1600 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലേ. ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ തന്നെയാണ്. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ 1600. അപ്പൊ 1600നെ ഡിവൈഡ് ബൈ 240 ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ. ഇത് നമുക്ക് 240 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി നമുക്ക് 3600 ആണുള്ളത്. 3600നെ 240 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഇതിന്റെ ആൻസർ അപ്പൊ 3600 ആണ് വരുന്നത്. അടുത്തത്, if each packet contains the same number of pencils and there are 96 pencils in all 12 packets, how many packets will one have to purchase if one requires 304 pencils? അപ്പൊ എന്താണ് ഇവിടെ? ഈച്ച് പാക്കറ്റ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് പെൻസിൽസ് എന്നാണ് പറയുന്നത്. 96 പെൻസിൽസ് ഉണ്ട്. ഓരോ പാക്കറ്റിലും സെയിം നമ്പർ ഓഫ് പെൻസിൽസ് ആ. അപ്പൊ 96 ഇൻ ഓൾ 12 പാക്കറ്റ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണത്തിൽ എത്രയാണ്? 96 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 8 പെൻസിലാണ് ഓരോ പാക്കറ്റിലും ഉള്ളത്. അപ്പം എത്ര പാക്കറ്റ് ഇങ്ങനെയുള്ളത് മേടിക്കണം? 304 പെൻസിൽസ് റിക്വയർമെന്റ് ഉണ്ട്. 304 പെൻസിൽസ് റിക്വയർമെന്റ് ഉണ്ട്. അപ്പം ഒരു പാക്കറ്റിൽ 8 എണ്ണം. അപ്പൊ എത്ര പാക്കറ്റ് മേടിക്കണമെന്ന് നമുക്ക് നോക്കാം. 38 പാക്കറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? മേടിക്കേണ്ടതായിട്ട് ഉള്ളത്. ഇപ്പൊ ടോട്ടല് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വലിയ കാര്യങ്ങളൊന്നുമില്ല. എത്രയാണ് ഒരു പാക്കറ്റിൽ വരുന്നതെന്ന് നോക്കുക. അതേ ടോട്ടൽ എത്ര വേണം, അതേ ഡിവൈഡഡ് ബൈ ഒരു പാക്കറ്റിലെ പെൻസിലുകളുടെ എണ്ണം ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ് നമുക്ക് കിട്ടും. അടുത്തത്, ഫ്രം 3/4 of a number P, Ramakrishna subtract 2/3 of another number
Q and obtain 5/8 as difference. What is the answer Ramakrishnan should obtain if he subtract 8 times of Q from 9 times of P എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് നോക്കാം. 3/4 of a number P ഇതിൽ നിന്നും 2/3 of another number Q subtract ചെയ്തപ്പോൾ 5/8 ആണ് ഡിഫറൻസ് ആയിട്ട് കിട്ടിയത്. അപ്പൊ ഇത് നമുക്ക് നോക്കാം. 9P minus 8Q divided by 12 ആണ് 5/8. അപ്പൊ ചോദിച്ചേക്കുന്നത് 8 times of Q from 9 times of P ചെയ്ത് കഴിഞ്ഞാല് എന്ത് ആൻസർ കിട്ടുമെന്നല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ 9P minus 8Q തന്നെയാണല്ലോ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ 5/8 into 12 ചെയ്യുക. അപ്പൊ 3 4 12 2 4 8 15/2 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. 15/2 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഈ ഓപ്ഷൻ 15/2 ആണ്. ഓപ്ഷൻ എ 15/2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. In a class of 80 students, 1/10 of the class like chocolate D. 1/10 of 1/10 80 സ്റ്റുഡൻസ് ടോട്ടൽ ഉണ്ട്. അതിൽ 1/10 ഏതാണ്? ഡി ചോക്ലേറ്റും. 80 സ്റ്റുഡൻസിൽ 1/20 എന്ത് ചെയ്യുന്നു? ഈ ചോക്ലേറ്റും ലൈക്ക് ചെയ്യുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ചോക്ലേറ്റ് ഇ? അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഒരു 2 4 8. അപ്പം 8 മൈനസ് 4 4 ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇത് തമ്മിലുള്ള, അതായത് ഡിയും ഇയും തമ്മിലുള്ള ഡിഫറൻസ്, ചോക്ലേറ്റ് ഇയും ചോക്ലേറ്റ് ഡിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോക്ലേറ്റ് ഇയും ഡിയും തമ്മിൽ ഡിഫറൻസ് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടില്ല. 4 ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഇസ് 18. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദർ സ്ക്വയേഴ്സ് ഇസ് 360, ഫൈൻഡ് ദ ലാർജർ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് എ ആൻഡ് ബി, ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഇസ് 18 ആണ്. അപ്പം ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ക്വയേഴ്സ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 360 ആണ്. അപ്പൊ ലാർജർ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ചെയ്യാം? ലാർജർ നമ്പർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ 360 സ്ക്വയർ അടുത്ത് നിൽക്കുന്ന ഒരു സ്ക്വയർ ഏതാണ്? 361. നമുക്കിവിടെ 19ന്റെ സ്ക്വയർ എത്രയാണ്? 361 ആണ്. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. അപ്പൊ എത്ര കിട്ടും? 360 കിട്ടും. 19ന്റെ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? 361 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലാർജർ നമ്പർ ഏതാണ്? 19. ഓപ്ഷൻ സി ആയിട്ട് ഇവിടെ ആൻസർ കിട്ടും. A 91 centimeter long wire. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 7ാമത്തത്. A 91 centimeter long wire cut into 2 pieces so that the length of one piece is 3/4 the other. Find the length of the other എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ലെങ്ത് ഓഫ് ദ പീസ് എന്തെടുക്കാം? എക്സ് എന്ന് എടുക്കാം. ലെങ്ത് എത്രയാണ്? ലെങ്ത് ഓഫ് പീസ് നമുക്ക് അറിയത്തില്ല. ഫസ്റ്റ് പീസിന്റെ ലെങ്ത് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാലോ. അപ്പം എക്സ് പ്ലസ് 3/4 എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സ് പ്ലസ് 3/4 എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ 91 centimeter long wire cut into 2 pieces so that the length of one piece is 3/4 of the other എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴ് നമുക്ക് ഒരു പീസ്, ഫസ്റ്റ് പീസ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 3/4 ആണല്ലോ അടുത്ത പീസ് എന്ന് പറയുന്നത്. 3x/4 ആണ് സെക്കൻഡ് പീസ് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം എന്തായാലും എന്ത് കിട്ടും? നമുക്ക് 91 കിട്ടും. അപ്പം 7x ഈക്വൽ ടു എന്താണ്? 91 × 4 ആണ്. 364 ആണ് കിട്ടുന്നത്. അപ്പോഴ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 364/7 ആണ്. കിട്ടുമല്ലോ. അപ്പം നമുക്കിത് വെട്ടിക്കളയാം. 52 എന്ന് കിട്ടുന്നുണ്ട്. സെക്കൻഡ് പീസ് 52 എന്ന് കിട്ടി. ഫസ്റ്റ് പീസ് എങ്ങനെയാണ്? 52 × 3/4 ചെയ്യുമ്പോഴത്തേക്ക്
39 സെന്റിമീറ്റർ ആണ് സെക്കൻഡ് പീസ് കിട്ടുന്നത്. 39. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Sum of two numbers is 20 and their difference is 60. The ratio of the larger number to the smaller number ആണ് ചോദിച്ചിരിക്കുന്നത്. Sum of two numbers x plus y equal to 20 ആണ്. x minus y എത്രയാണ്? 16 ആണ്. അപ്പൊ the ratio of the larger number to the smaller number ആണ് ചോദിച്ചിരിക്കുന്നത്. Ratio of the larger number to the smaller number ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് 2x ഈക്വൽ ടു 36 എന്ന് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18. അപ്പം എക്സ് പ്ലസ് വൈ 20 ആണെങ്കിൽ 18:2 ആണ് എന്തെന്ന് പറയുന്നത് 20 എന്ന് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ 1:9 എന്ന് കിട്ടുമല്ലോ. ഇവിടെയാണ് റേഷ്യോ ലാർജർ നമ്പർ ടു സ്മോളർ നമ്പർ അല്ലേ? ഇപ്പൊ 9:11 9:1 ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. A number when reduced by 22 and ഇവിടെ 22 and 1/2 becomes 217 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫൈൻഡ് ദ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റെഡ്യൂസ് 22 ആൻഡ് ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് 217 കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പം 100ന്ന് 22.5 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 77.5. 77.5 217 എന്ന് പറയുന്നത്. അപ്പം 77 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 155/2 270 217 ആണെങ്കിൽ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 217 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ഇപ്പൊ നമുക്ക് 152/2 ആണ് 217 എങ്കിൽ 100 എത്രയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ 217 ഇൻറ്റു 100 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 155 ചെയ്യുക. 25 100 3 5 15 1 ഒരു 7 3 എഴുതുന്നു. അപ്പൊ ഇത് ഇവിടെ വെട്ടിക്കളയാം. 7 ആണ്. അപ്പം 740 ഇൻറ്റു 2 140 ഇൻറ്റു 2 280 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. When 38 is added to 30% of a number, the result is 50. What is the number എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 38 is added to 30% of a number. എന്ത് ചെയ്തു? റിസൾട്ട് 50 കിട്ടി. വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്കിവിടെ 30% ഓഫ് എ നമ്പർ ആഡ് ചെയ്തപ്പോഴാണ്. അപ്പൊ ഇവിടെ ഇത് വരുമ്പോൾ 3/10 x ഈക്വൽ ടു എത്രയാണ്? 12 എന്ന് കിട്ടും. എക്സ് എത്രയാണ്? 120/3 ആണ്. എത്ര കിട്ടും? 40 എന്ന് കിട്ടും. 40 എന്ന് കിട്ടും. The sum of two numbers is 20 and the difference of their squares is 80. Select both the numbers from the given alternative. The sum of two numbers is 20. X plus y. Sum of two numbers is 20. Difference of their squares is 80. X square minus y square equal to 80. Select the both the numbers from the given alternative. അപ്പം രണ്ട് നമ്പറുകളുടെ സം എന്ന് പറയുന്നത് 20 ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ നമുക്ക് സെലക്ട് ദ ബോത്ത് ദ നമ്പേഴ്സ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നോക്കുക ഏതാണ് നമുക്ക് ഇത് കിട്ടാൻ സാധ്യതയുള്ളത്. ഏത് രണ്ട് സ്ക്വയറുകളായിരിക്കാം വരാൻ സാധ്യതയുള്ള ഓപ്ഷൻസിൽ നിന്നിട്ട് കൊടുത്ത് നോക്കാം. അപ്പൊ ഇവിടെ എക്സ് ഇത് y ആണെങ്കിൽ 225 മൈനസ് 25 കിട്ടുമോ? ഇല്ല. ഇത് നോക്കൂ 144 12ന്റെ സ്ക്വയർ 144 മൈനസ് 64 80 കിട്ടുമോ? 8 80 കിട്ടുന്നുണ്ട്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്.
Find the sum of prime factors of 9 raised to 6, 12 raised to 4, 7 raised to 4 എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 9 raised to 6, 12 raised to 4, 7 raised to 4 ഇങ്ങനെ തന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് തന്നേക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈം ആയിട്ട് എഴുതാം. 9 നമുക്ക് പ്രൈം ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 3 പവർ ആണ് 9. 3 പവർ 9, 3 into 3 സ്ക്വയർ. 3 into 3 ആണല്ലോ 9. അപ്പൊ 3 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇതേ into 6 ആണ് എഴുതാം. അപ്പൊ ഇതിനെ 3 പവർ 12 എന്ന് എഴുതാലോ. എഴുതാം. ഈ 12 raised to 4 നമുക്ക് എങ്ങനെ എഴുതാം? 4 into 3 ആണല്ലോ 12. 4 നമുക്ക് വീണ്ടും 2 raised to 2 എന്ന് എഴുതാം. എഴുതാമല്ലോ. എഴുതാം. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ വീണ്ടും എങ്ങനെ എഴുതാൻ പറ്റും? 3 raised to 4. അപ്പൊ 12 പവർ 4 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ 3 into 4 12 ആണ്. ഹോൾ പവർ 4 എന്ന് എഴുതാലോ. അപ്പൊ ഇതിനെ വീണ്ടും നമുക്ക് 3 പവർ 4. ഇനി ഈ 4 നമുക്ക് എങ്ങനെ എഴുതാം? ഈ 4 2 raised to 2 എന്ന് എഴുതിക്കൂടെ? അതേത് ഹോൾ പവർ 4 വരും. 2 raised to 8 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഇൻറ്റു വീണ്ടും ഈ ബാക്കിയുള്ള 7 raised to 4 എഴുതുക. അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും ഈ a raised to m into a raised to m plus n 16 ഇൻറ്റു എന്ത് എഴുതാൻ പറ്റും? 2 raised to 8 എഴുതാൻ പറ്റും. ഇൻറ്റു 7 raised to 4 എഴുതാൻ പറ്റും. ഇനി ഇതിന്റെ എല്ലാം പ്രൈം ഫാക്ടേഴ്സിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത്. 3, 2, 5, 7, 5, 12. 3, 2, 5, 7, 5, 12 ആണ് സം ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഡിജിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ് ഡിജിറ്റ് 4, 8, 6, 6. എന്താണ് നമുക്ക് ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 4 into 8, 8 4 32. ആ 2ഉം 4 8, 8 6 48. 8 ആണല്ലോ വരുന്നത് ലാസ്റ്റ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 8 ആണ് യൂണിറ്റ് ഡിജിറ്റ് കിട്ടുന്നത്. ഇവിടെ എന്ത് കിട്ടും? ഈ ക്വസ്റ്റ്യൻ നോക്കൂ. 6 raised to x plus 4 equal to 6 raised to 7. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ്? 3 കിട്ടും. ഇവിടെ 3 ആണ്. a raised to m അല്ലേ? 3 കിട്ടും. Jack obtained 45% of marks and in a test and failed by 18 marks. If he obtained 65% marks, he would have got 6 marks more than the minimum marks required to pass the test. How much were the maximum marks one could obtain in that test? 45% മാർക്ക് കിട്ടിയ ആള് ഫെയിൽ 18 മാർക്കില്. 65% കിട്ടിയിരുന്നെങ്കിൽ പാസ് മാർക്ക് പ്ലസ് 6 കിട്ടിയേനെ. അപ്പൊ ഈ ഒരു പെർസെന്റേജ് ഡിഫറൻസ് എത്രയാണ്? 20%. 20%. ആ ഡിഫറൻസ് മാർക്കിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 18ഉം 6ഉം എത്രയാണ്? 24 അല്ലെ മാർക്കിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ 20% എന്ന് പറയുന്ന ഈ ഡിഫറൻസ് 24 മാർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോഴ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ 100 കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. കണ്ടുപിടിക്കാൻ പറ്റും. 120 കിട്ടും. 100% 120. അപ്പൊ 45% മാർക്ക് കിട്ടുന്ന ഒരാള് 45% മാർക്ക് കിട്ടുന്ന ഒരാൾ 18 മാർക്കിൽ തോക്കുവാണെന്നാണ് ചോദിച്ചത്. മാക്സിമം മാർക്കേ ചോദിച്ചിട്ടുള്ളൂ. ഹൗ മച്ച് വേർ ദ മാക്സിമം മാർക്ക്? മാക്സിമം മാർക്ക് എത്ര? 120 എന്ന് കിട്ടും ആൻസർ. മാക്സിമം മാർക്ക് 100 എന്ന് നമുക്ക് എടുക്കാം. 100% ആണ് മാക്സിമം മാർക്ക്. അപ്പൊ മാക്സിമം മാർക്ക് നമുക്ക് 120 എന്ന് എടുക്കാലോ. എടുക്കാം. പോപ്പുലേഷൻ ഓഫ് ടൗൺ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 22437 ആണ്. ആനുവലി 4% വെച്ച് ഒരു വർഷം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 4%, അടുത്ത വർഷം 4%. ഇപ്പൊ 104 ഫസ്റ്റ് ഇയറിൽ, രണ്ടാമത്തെ ഇയറിൽ 104 സെക്കൻഡ് ഇയറിൽ ഇങ്ങനെ കിട്ടും. അപ്പൊ ഇത് വെട്ടി കളഞ്ഞ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത് വെട്ടിക്കളയാൻ നമുക്ക് ഈ ഓപ്ഷൻ ആണ് വരുന്നത്.
ഓപ്ഷൻ ഡി ആണ് ഇത് വെട്ടിക്കളയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. അടുത്തത് കറണ്ട് പോപ്പുലേഷൻ ഓഫ് എ ടൗൺ എന്ന് പറയുന്നത് 15,625. 8% 12% 2 successive years but decreases by 22% in the third year എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8 + 12 plus 8 into 12 by 100 ഇത്രയാണ് ആദ്യത്തെ 2 വർഷം നടക്കുന്നത്. അപ്പൊ 20 പ്ലസ് എത്ര കിട്ടും? 12 × 96/100. അപ്പം 20.96 കിട്ടും. അതിന്റെ കൂടെ പിന്നീട് ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. എത്രയാണ്? 22 വെച്ചിട്ട്. അപ്പം 20.96 into -22/100 ചെയ്യാം. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എത്ര കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കുക. ഇത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അവസാനം കിട്ടുന്നത് 147 42 എന്നുള്ള ഒരു ആൻസറിലേക്കാണ്. ഈ 14,742 എന്ന ആൻസറിലേക്കാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. The population of a village increases at the rate of 10 per annual if its population 2 years ago was 10,000 present population. അപ്പം 2 years ago 10,000. അപ്പം 10% വെച്ചാണ് 2 വർഷം ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ 10,000 ആയിരുന്നു 2 വർഷം മുമ്പേ ഉണ്ടായിരുന്നത്. അപ്പം എത്ര വെച്ചിട്ട് ഒരു ഫസ്റ്റ് ഇയറിൽ ഒരു 1 ടൺ ഇൻക്രീസ് ഉണ്ടായി, അടുത്ത ഇയറിലും ഒരു 1 ടൺ ഇൻക്രീസ് 10% ഇൻക്രീസ് ഉണ്ടായി. 2 വർഷം ഇൻക്രീസ് ഉണ്ടായി. അപ്പോൾ 1,100 പേരാണ് ഇൻക്രീസ് ആവുന്നത്. അത് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 11,000. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് 10% ഇൻക്രീസ് 10 + 10 നമുക്കറിയാലോ. ഇപ്പം അടുത്തടുത്ത് ഇൻക്രിമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പെർസെന്റേജ് 10 + 10 into 10 into 10/100 എന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. A + B ടോട്ടൽ ഇൻക്രീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇക്വേഷൻ ആണിത്. ഇവിടെ 2 വർഷം 10 + 10 ആണ്. അപ്പൊ ടോട്ടൽ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 21 എന്ന് കിട്ടും. 21 നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10,000 121% കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. 12,100 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 20% of the population of a city died due to war and the remaining population 5% died in the epidemic. ഇപ്പൊ 20% വാറിൽ മരിച്ചു, റിമൈനിങ് 5% died in the epidemic എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് പോപ്പുലേഷൻ 15,200 ആണ്. ഫൈൻഡ് ദ പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി ബിഫോർ ദ വാർ. വാറിന് മുമ്പുള്ള പോപ്പുലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വാറിന് മുമ്പുള്ള പോപ്പുലേഷൻ എക്സ് എന്നിരിക്കട്ടെ. അപ്പൊ എക്സിന്റെ 20% എന്ത് ചെയ്തു? മരിച്ചു, വാറിൽ മരിച്ചു. പിന്നീട് എന്ത് ചെയ്തു? 5%, ആ ബാക്കിയുള്ളതിന്റെ 5% എപ്പിഡമിക്കിൽ മരിച്ചു. അപ്പം ബാക്കി കിട്ടിയ 15,200 ആണ്. അപ്പൊ ഇത് നമുക്ക് വെട്ടിക്കളയാം. 4 2 8 I 2 10 5 1 5 5 കിട്ടി, വെട്ടിക്കളഞ്ഞു. അപ്പം എക്സ് ഇൻറ്റു 19 into 4 equal to 152,000 ആണ്. എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 152,000 divided by 4 into 19 ആണ്. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 19 into 7 131. 19 into 8 19 into 8 ആണ് ഇവിടെ വരുന്നത്. ഇതും ഇതിവിടെ വെട്ടുമ്പോൾ 2. അപ്പൊ നമുക്ക് 20,000 എന്നുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇവിടെ ഒരു 100 മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ഈ 100 ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കിവിടെ 20,000 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.
ഇവിടെ during the first year the population of a town increased by 10% and in the second year it diminished by 10%. At the end of the second year its population was തന്നിട്ടുണ്ട്. The population at the beginning of the first year was എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. Population of a town increased by 10% and in the second year it diminished by 10%. At the end of the second year it population തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം 10 ഇൻക്രീസ്, പിന്നീട് മൈനസ് ആണ്, ഡിക്രീസ് ആണ്. അപ്പൊ നമുക്കിവിടെ 10 into 10/100 അല്ലേ? അപ്പൊ ഇവിടെ ടോട്ടൽ വരുമ്പോഴത്തേക്ക് എന്താണ്, ഒരു -1 ഡിക്രീസ് ആണ് വരുന്നത്. അപ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ഈ രീതിയിൽ ചെയ്യാം. -1% ഡിക്രീസ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് നമുക്ക് എക്സ് ബിഗിനിങ്ങിലുള്ളത് അറിയത്തില്ല, എക്സ് എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, എക്സിന്റെ 10% എന്ത് ചെയ്തു, ഇൻക്രീസ് 110/100. പിന്നെ എന്ത് ചെയ്തു, ഡിമിനിഷ്ഡ് ബൈ 10% ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ട് കിട്ടുന്നത് 4723 4,73,220 ആണ്. അപ്പം ഇത് നമുക്ക് ഇനി ഇതിന് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറയുന്നത് 4,73,220 ഡിവൈഡഡ് ബൈ ഇൻറ്റു 100. ഓക്കെ, ഇവിടെ ഇത് തന്നെ വെട്ടിക്കളയാം, ഇതും പോകും. പിന്നെ നമുക്കുള്ളത് എന്താണ്, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 11 into 9 ആണ്. അപ്പൊ ഇത് വെട്ടിക്കളയാൻ പറ്റുമോ നോക്കാം, 11 വെച്ചിട്ട് വെട്ടാൻ പറ്റുമോ? അപ്പം 4 11 44 ആണ്, 320 എന്ന് കിട്ടും. ഇനി ഇത് വെട്ടാൻ പറ്റുമോ നോക്കാം, 4 9 36 36 8 9 78. അപ്പം 4 8 0 0 4 8 7 8 8 0 0 എന്ന് വരും അല്ലെ? ഇവിടെ നമുക്ക് എത്രയാണോ, 4 9 അല്ലേ, 36. നമുക്ക് 97 അല്ലെ? ഇവിടെ നമുക്ക് 97 99x/100 ആണ് 473,220 കിട്ടുന്നത്. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 478,000 എന്നാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Population of a town increases by 10% every year. If the present population 20,000, നെക്സ്റ്റ് ഇയറിൽ എന്താണ്? നമുക്കറിയാം എന്താണ് 10%, 2000 കൂടെ കൂടും. 22,000 ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 2000 കൂടി കൂടും. എങ്ങനെയാണ്? പ്രസന്റ് 20,000 ഇൻറ്റു എത്ര, 20% ഇൻക്രീസ് ചെയ്യാം, 10% ഇൻക്രീസ് 110/100 ചെയ്താണ്. ഇപ്പൊ 22,000 എന്ന ആൻസർ ആയിട്ട് വരും. അപ്പൊ ഇൻകം ഓഫ് രാമൻ എന്ന് പറയുന്നത് 45,000. He saves 12.5% of his income. If his income increased by 18% and expenditure by 20%, then his savings. Income 45,000. എന്ത് ചെയ്യുന്നു, 12.5% എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇപ്പൊ 1/8 സേവ് ചെയ്യുന്നുണ്ട്. 45,000 1/8 സേവ് ചെയ്യുന്നുണ്ട്. 2 4 8 1 4 4 1 4 4 2 4 8 5 4 20 5,625 രൂപ സേവ് ചെയ്യുന്നുണ്ട്. ഇൻകം എന്ത് ചെയ്തു, 18% എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അപ്പം ഇൻകം 18% ഇൻക്രീസ് ചെയ്തു. അപ്പൊ 148 ഇൻറ്റു 45.
അപ്പൊ 5310 രൂപയും കൂടി കൂടി അല്ലേ? 5310 രൂപയും കൂടി ഇൻക്രീസ് ചെയ്തു. 50,310 രൂപയായി. എക്സ്പെൻഡിച്ചർ 20% ഇൻക്രീസ് ചെയ്തു. നേരത്തെ എക്സ്പെൻഡിച്ചർ എത്രയായിരുന്നു? നേരത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 45,000 ഇൻറ്റു നേരത്തെ ഉണ്ടായിരുന്നത് നമുക്കറിയാം 87.5% പക്ഷെ ഇവിടെ ഇപ്പോഴോ 20% ഇൻക്രീസ് ചെയ്തു. 87 എന്ന് പറയുന്നത് എത്രയായി? നേരത്തെ ഉള്ളതിൽ നിന്ന് 20% കൂടി എന്ത് ചെയ്തു? ഇൻക്രിമെന്റ് ഉണ്ടായി അല്ലേ? നേരത്തെ 12.5% എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. 20% എന്ത് ചെയ്തു? ഇൻക്രിമെന്റ് ചെയ്തു. അപ്പൊ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 12.5 ആയിരുന്നു, അതിന്റെ കൂടെ എന്ത് ചെയ്തു? ഇപ്പൊ ഇൻക്രിമെന്റ് വന്നു അല്ലേ? നമ്മള് എത്രയാണ് നമ്മളുടെ ഇൻക്രീസ് ആയിട്ടുള്ള 80% ആണ് ഇൻകം ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഇവിടെ 145,000 ഇൻറ്റു 118/100 ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഒരു 0 ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ 53,100 അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് 53,100 ഇൻക്രീസ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്? അദ്ദേഹത്തിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്തെങ്കിലും എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്തു? 20% എന്ത് ചെയ്തു? എക്സ്പെൻഡിച്ചർ 20% എന്ത് ചെയ്തു? ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പം ആദ്യത്തെ തവണ അദ്ദേഹത്തിന്റെ ഇതെന്ന് പറയുന്നത് 45,000 ഇൻകം ഉണ്ട്, പക്ഷേ 12.5% ആണ് സേവ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തു? എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 12.5% ഇത് കണ്ടുപിടിച്ചു. അത് നമ്മളിവിടെ 56,25 ഡിഫറൻസ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ എക്സ്പെൻഡിച്ചർ നമുക്ക് കിട്ടും 39,375 എന്തെന്ന് എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഇൻകത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ സേവിങ്സ് 12% നമ്മൾ എന്ത് ചെയ്തു? 12.5% കണ്ടുപിടിച്ചിട്ട് അത് ഡിഫറൻസ് ചെയ്യുമ്പോൾ 39,375 അദ്ദേഹത്തിന്റെ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ സേവിങ്സ് മൈനസ് ചെയ്തപ്പോഴേക്ക് എക്സ്പെൻഡിച്ചർ കിട്ടി. ഇനി നമ്മൾ ഇൻക്രീസ് ആയതിനു ശേഷമുള്ളത് ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. ഇൻക്രീസ്ഡ് ആണ്. ഇത് എത്രയാണ്? ഇൻക്രീസ്ഡ് എമൗണ്ട് ആണ്, ഇൻക്രീസ്ഡ് ഇൻകം ആണ്. ഇൻക്രീസ്ഡ് ഇൻകം കണ്ടുപിടിച്ചു. ഇനി എന്താണ്? ഇനി എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആയപ്പോൾ അത് കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ 39,375 ആയിരുന്നു എക്സ്പെൻഡിച്ചർ. അത് 20% ഇൻക്രീസ് ആയി. അപ്പോൾ കിട്ടുന്നത് 47,250 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇനി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സേവിങ്സ് അല്ലേ, സേവിങ്സിന് എന്ത് സംഭവിച്ചു എന്നല്ലേ ചോദിച്ചേക്കുന്നേ. അപ്പൊ നമ്മൾ ആദ്യത്തെ 53,100 മൈനസ് എന്ത് ചെയ്യാ? ഈ ഒരു 47,250 രാമന്റെ എക്സ്പെൻഡിച്ചർ കൊണ്ട് എന്ത് ചെയ്യാം? ഇപ്പോഴത്തെ എക്സ്പെൻഡിച്ചർ കൊണ്ട് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 47,250 ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5,850 ആണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് സേവിങ്സ് കിട്ടും. അപ്പൊ നേരത്തെ 5,625 ആയിരുന്നു. 5,625 മൈനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് 225 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ഇൻക്രീസ് ചെയ്യുവാണ്. 225 രൂപ അദ്ദേഹത്തിന്റെ സേവിങ്സ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ തൻവി സേവ്സ് 5,000 ഫ്രം ദ സാലറി എവരി മന്ത് ആഫ്റ്റർ സ്പെൻഡിങ് 80% ഓഫ് ഹർ മന്ത്ലി സാലറി. തൻവി സാലറീസ് അപ്പൊ 80% ചെലവാക്കി കഴിഞ്ഞിട്ട് ബാക്കി 20 ആണ് 5,000 രൂപ എന്ന് പറയുന്നത്. അപ്പൊ 100 സാലറി കണ്ടുപിടിക്കാലോ. എത്ര കിട്ടും? ഇത് 250 കിട്ടും. അപ്പൊ എത്ര? 25,000 രൂപയാണ് അത് തൻവിയുടെ സാലറി എന്ന് കിട്ടും. ഹരി, ഫ്രം ദ സാലറി ഓഫ് ഹരി 15% ഡിഡക്റ്റഡ് ആസ് ഹൗസ് റെന്റ്. എന്ത് ചെയ്തു? 15% ഹൗസ് റെന്റ് ആയിട്ട് ഡിഡക്ട് ചെയ്തു. 20% ഓഫ് ദ റിമൈനിങ് ആണ്. അപ്പൊ എക്സ് ആണ് ഹരിയുടെ സാലറി എങ്കിൽ 15% ഇതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ 85/100 ഉള്ളൂ. പിന്നെ എന്ത് ചെയ്തു? ആൻഡ് 20% റിമൈനിങ് എമൗണ്ട്. അപ്പം ഇതിന്റെ ബാക്കിയുടെ 80 എന്ത് ചെയ്തു? 20 എന്ത് ചെയ്തു? ചിൽഡ്രൻ എഡ്യൂക്കേഷൻ കൊടുത്തു.
അതിന്റെ ബാക്കി വീണ്ടും 10% ഓഫ് ദ റിമൈനിങ് എന്ത് ചെയ്തു, ബാലൻസ് മെഡിക്കൽ എക്സ്പെൻസിന് കൊടുത്തു. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് 42,840 രൂപയുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഇത് വെട്ടിപ്പോവുക, ഇത് വെട്ടിക്കളഞ്ഞു, ഇത് വെട്ടിക്കഴിഞ്ഞു, നമുക്ക് വെട്ടാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കളഞ്ഞു. ഇനി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 42,840 ഇൻറ്റു 20 ഇൻറ്റു 10 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 17 കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടി വെട്ടിക്കളയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ടുള്ളത് കിട്ടും. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പം ഇവിടെ ഒരു 17 ആണ്. 217 എന്ന് പറയുന്നത് എത്രയാണ്, 34 ആണ്. 217 34 കഴിഞ്ഞിട്ട് നമുക്കിവിടെ 8 ഉണ്ട്. പിന്നെ 88 ആണ്. 88 17 എത്ര, 85 ആണ്. അപ്പൊ ഇവിടെ 5 വരും, 2 വരും, 0 വരും. അപ്പൊ ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 252 ഇൻറ്റു 2 ചെയ്യുക. 252 ഇൻറ്റു 2. അപ്പം ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ലാസ്റ്റ് ഇയർ രാജൻസ് മന്ത്ലി സാലറി എന്ന് പറയുന്നത് എത്രയാണ്, 34,000. എത്രയാണ്, 34,500 ആണ്. ഈ വർഷം എത്ര കിട്ടി, 38,640 കിട്ടി. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ രാജൻസ് മന്ത്ലി സാലറി ഇൻ ഹിസ് ഇയർ ഓവർ ഹിസ് മന്ത്ലി സാലറി ലാസ്റ്റ് ഇയർ. പെർസെന്റേജ് ഇൻക്രീസ് എത്രയാണ്, അപ്പൊ എത്രയാണ് നമുക്ക് ഇൻക്രീസ് എന്ന് നോക്കാം. ₹4,140 ഇൻക്രീസ് ആയി. എത്രയാണ്, 34,500 നിന്ന്. അപ്പൊ ഇത് എത്ര പെർസെന്റേജ് ആണ് നോക്കിയാൽ പോരെ. 6 5 30, 9 5 45, 8 5 40, 2 5 10, 8 5 40. അപ്പൊ ഇതിനെ ഇനി വെട്ടിക്കളയാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. 2 3 6, 3 3 9, 2 3 6, 22, 7 3 21, 18, 6 3 18. വീണ്ടും നോക്കുക അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന്. 230, 11, 12 വെച്ച് ചെയ്യുക. 3 3, 2 4, 1 3, 7 2 ഉണ്ട്. അപ്പൊ ഇവിടെ 12 ആണ്. ഇതിലൂടെ കിട്ടുമ്പോൾ 12 കിട്ടും. അപ്പൊ 12% ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് വേറൊരു ക്ലാസ്സിലൂടെ നോക്കാം.